നമസ്കാരം. കലാഭവൻ ശോഭയ്ക്ക് നേരെ അജ്ഞാതർ വെടിയുതിർത്തു. ശോഭി ജോർജിന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6:30-യോടെയാണ് സംഭവം നടന്നത്. ബിസിനസ് ആവശ്യത്തിനായി ലുസിയാനയിൽ പോയിട്ട് മടങ്ങവെയാണ് അപകടം നടന്നത്. ഇത്തവണയും പതിവ് പോലെ തനിച്ച് ഡ്രൈവ് ചെയ്താണ് അദ്ദേഹം പോയത്. വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ കൊലപാതകത്തിന്റെ ഏക ദൃക്സാക്ഷിയാണ് കലാഭവൻ ശോഭി. ബാലഭാസ്കർ കേസ് പുനരന്വേഷണം നടത്താൻ കോടതി വിധി വന്നിട്ട് അധിക നാളായില്ല. CBI അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻപ് പലതവണ ഫോണിലൂടെ കലാഭവൻ ശോഭയ്ക്ക് വധഭീഷണി ഉണ്ടായതായി പറയപ്പെടുന്നു. 2024 കാണിക്കില്ല എന്ന ഭീഷണിയാണ് അവസാനം വന്നതെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. കലാഭവൻ ശോഭി ജോർജ് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി ഗുജറാത്തിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. ഇച്ചിരി പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കോണ്ടാക്ട് ചെയ്തിട്ട് കൂടുതൽ വിവരം അറിയത്തില്ല. അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ സീനിയർ മാനേജർ സജീവനോട് കൂടി രാവിലെ പുറപ്പെടുകയാണ്. ഇന്ന് വൈകിട്ട് 6:30-യോടെ ഗുജറാത്തിലുള്ള ഒരു ടോൾ പ്ലാസയ്ക്ക് സമീപം കാറിലിരുന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ശോഭി ജോർജ്. ഈ സമയം ഒരു ഇന്നോവ കലാഭവൻ ശോഭയുടെ വാഹനത്തിന് മുന്നിൽ വന്ന് നിർത്തുകയും ബാക്ക് സീറ്റിൽ ഇരുന്നയാൾ ശോഭയ്ക്ക് നേരെ വെടിയുതിർത്തുകയുമാണ് ഉണ്ടായത്. തുടർന്ന് എന്താണെന്നറിയാൻ കാറിൽ നിന്നിറങ്ങിയ കലാഭവൻ ശോഭയെ മറ്റൊരു കാറിൽ വന്ന ഒരു സംഘം ആളുകൾ ചവിട്ടി വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഗുജറാത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശോഭി. അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്.